നമുക്കറിയാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷത്തിലുള്ള ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയുടെ നയം, കേന്ദ്ര സർക്കാരിന്റെ അജണ്ട എന്തായിരുന്നുവെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സംഘം വിദേശ പര്യടനം തുടരുകയാണ്. ശശി തരൂർ മേൽനോട്ടം വഹിക്കുന്ന 7 അംഗ സംഘത്തിന്റെ പര്യടനത്തെയാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം നമുക്കറിയാം പ്രശാന്ത് സാർ, അതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയ, അതിന്റെ ഒരു ചിത്രം വളരെ വളരെ വ്യക്തമാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മടങ്ങിയെത്തുന്ന ഒരു ശശി തരൂരുണ്ട്. ആ ശശി തരൂരിനെയാണ് കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ശശി തരൂരിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താവും എന്നൊക്കെയുള്ളതാണ് പലരുടെയും സംശയം. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്തായിരിക്കും ശശി തരൂരിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാത്തിരിക്കുന്നത്? ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടാണ് ഈ പറയുന്നത് പോലെ ഈ സിന്ദൂറിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കകത്ത് കോൺഗ്രസിന്റെ പ്രസ്താവനകളും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകളും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളുമായിട്ട് തുലനം ചെയ്യാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിനകത്ത് എനിക്കുള്ള അഭിപ്രായം രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് രാഷ്ട്രീയത്തിനെക്കാട്ട് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നാ പുള്ളി പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയും നാളെയും ഒരാൾ ചിന്തിക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിനല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് നിന്ന് അഭിപ്രായം പറയാനാ. അപ്പൊ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് നിന്ന് അഭിപ്രായം പറയുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ആൾക്കാർക്ക് കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കത്തില്ലെന്നുള്ളതിന്റെ മെസ്സേജ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. വേണേ നീ എന്നെ പുറത്താക്കടാ, ചുണ പുറത്താക്കടാ എന്നുള്ള രീതിയിലാണല്ലോ ശശി തരൂർ കുറെ നാളുകൊണ്ടായിട്ട് നിൽക്കുന്നത്. എന്താ ശശി തരൂരിനെ പുറത്താക്കാത്തത്? ഇന്നലെ AICCയുടെ ജയറാം രമേശ് ഉൾപ്പെടെ, എനിക്കൊന്ന് പവൻ കേര ഉൾപ്പെടെ ഉള്ളവർ ശശി തരൂർ BJP വ്യക്താവാണെന്ന് ചോദിച്ചിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. BJP എന്താ അത്രയ്ക്കുള്ള ഗതികെട്ട ഒരു കോൺഗ്രസ് അല്ലേ ഉള്ളത്? എന്താ ശശി തരൂരിനെ പുറത്താക്കത്തെ കോൺഗ്രസ്? ശശി തരൂരിനെ കോൺഗ്രസിന് ഇനി വെച്ചുകൊണ്ട് പോകാനൊക്കെ പോയി. ശശി തരൂർ എത്ര കാലം കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്കാരൻ തന്നെ, ഞാൻ BJP പോകത്തില്ല, ഞാൻ ഇതിനകത്ത് നിന്ന് തന്നെ കാര്യം പറയുന്നുണ്ടല്ലോ. ശശി തരൂരിനെ പുറത്താക്കിയാൽ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ BJPക്കാരൻ എന്തുകൊണ്ട് ഏറ്റെടുത്ത് വിദേശ രാജ്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് ഉള്ള സമിതിയിൽ ഏറ്റവും വലിപ്പത്തിലുള്ള അമേരിക്ക പോലെയുള്ള അത്രയ്ക്ക് വിലപ്പെട്ട രാജ്യങ്ങളിലെ സമിതിയുടെ ചെയർമാനാക്കി വിട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം പറയാൻ അറിയാം. അദ്ദേഹത്തെ UN ഉൾപ്പെടെ ഉള്ളിടത്ത് ഇരുന്ന ആളായതുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടിരുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിന് വലിയ വിലയുണ്ട്. അമേരിക്കയിൽ പറഞ്ഞു വിട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള, ലണ്ടനിൽ ഉൾപ്പെടെയുള്ള രാജ്യത്ത് ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ആൾക്കാർ പണം മുടക്കി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാവിനെയും അവിടെ വിളിച്ചു വരുത്തി ഇന്ത്യക്കെതിരെ പറയുമ്പോൾ അത് ലോകത്തിൽ ഇന്ത്യ ഇങ്ങനാണെന്ന് മാധ്യമങ്ങൾ എഴുതുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ മാധ്യമങ്ങളെ കൃത്യമായിട്ട് മോശമാക്കുന്നതിന് അമേരിക്കയും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങൾ നിൽക്കുമ്പോൾ അതിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊരു മറുപടി കൂടിയാണ് ഈ പറഞ്ഞ ശശി തരൂർ. ശശി തരൂർ ഇന്നലെ അവിടെ ചെന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സിന്ധുവിന്റെ കാര്യം, ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ വിശദീകരണം കൊടുക്കുന്നതിന് വേണ്ടി, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതിനുശേഷമുള്ള തിരിച്ചടികൾ എങ്ങനെയാണ്, അതിനുശേഷം ഇവിടെ എന്ത് സംഭവിച്ചു, പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു, പാകിസ്ഥാൻ നടത്തുന്ന പ്രചരണങ്ങൾ ഇങ്ങനെയാണ്, അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല, അത് തെളിവുകൾ നിർത്തി പറയുമ്പോൾ, അതുപോലെ തന്നെ ഈ യുദ്ധം നിർത്തുന്നതിനുള്ള കാരണങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം വന്ന അലിഗേഷൻ, അല്ലെങ്കിൽ ലോകത്തുടനീളം വന്ന അലിഗേഷൻ, യുദ്ധം നിർത്താൻ കാരണക്കാരൻ ട്രംപ് ആണ്, ട്രംപിന്റെ ഇടനിലയാണെന്നാണ് പറഞ്ഞത്. അമേരിക്കയിൽ ചെന്ന്, ന്യൂയോർക്കിൽ ചെന്ന് ട്രംപ് അല്ല ഈ യുദ്ധത്തിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പറയാൻ ശശി തരൂരിന് കഴിഞ്ഞു. ഇവിടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ജയശങ്കറും ഒക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ നിന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ പോയ ആ വ്യക്താവ് വളരെ കൃത്യതയോട് കൂടി പറഞ്ഞു, വേറെ ആരാണെങ്കിലും പറയത്തില്ല, ട്രംപ് അല്ല, ട്രംപിന്റെ രാജ്യത്ത്, ട്രംപിന്റെ മൂട്ടിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ തലസ്ഥാനത്ത് ചെന്നിരുന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരൻ ആണല്ലോ ട്രംപ് ആണ് ഇടനില വന്നത്, ട്രംപ് വേറെ രാജ്യത്തിനെടുത്ത പരമാധികാരത്തിനകത്ത് ഇടപെടാനും അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാനും എന്താണെന്നൊക്കെ പറഞ്ഞ് പാർലമെന്റ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് KC വേണമെന്ന് കൂവുന്നു. അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് കൂവുന്നു, അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂവുന്നു, ആ വിഷയം നിൽക്കുക. രണ്ടാമത് ഇവിടുത്തെ കോൺഗ്രസിന്റെ അഭിപ്രായം എന്തായിരുന്നു, AICC പ്രസിഡന്റ് അഭിപ്രായം എന്താണ്, ഇതൊരു കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിലേക്ക് ഇന്റലിജൻസ് വീഴ്ച അറിയാം, ആ ഇന്റലിജൻസ് വീഴ്ച ഭീകര ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്, കാശ്മീരിൽ അത്തരത്തിൽ സാധ്യതയുണ്ട്, ഇവിടുത്തെ പ്രധാനമന്ത്രി പോകാതിരുന്നു,
വെളിയിൽ വിടായിരുന്നു, എന്നിട്ട് നാട്ടുകാർക്ക് സുരക്ഷ ഒരുക്കാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതെല്ലാം ഖണ്ഡിച്ചുകൊണ്ടല്ലേ ഈ പറഞ്ഞതുപോലെ ഒരു ഇന്റലിജൻസ് വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് മനഃപൂർവ്വമല്ല, യാദർച്ഛ്യമായിട്ട് സംഭവിച്ചതാണെന്ന് ശശിത്വ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് മഹാരാഷ്ട്ര എന്നുള്ള MLA യും അല്ലെങ്കിൽ ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്നുള്ള മന്ത്രിയും കാശ്മീരിലുള്ള മുൻ കേന്ദ്രമന്ത്രിമാരൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞെങ്ങനെ ഇത് മതം നോക്കിയുള്ള ഭീകരവാദം അല്ലായിരുന്നു. അത്തരത്തിൽ മതം നോക്കി പേര് ചോദിച്ച് കൊല്ലുന്നതിന് വേണ്ടി ഭീകരവാദിക്ക് സമയം കിട്ടുമോ? അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ തന്നെ അത് എന്തിനു വേണ്ടി പറയുന്നു? ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി BJP ഉപയോഗിക്കത്തില്ലേ? അതായത് ഇതിനെ പാകിസ്ഥാൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ അതേതുപോലെ ഇന്ത്യക്ക് അകത്ത് നിന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ ആ ട്വീറ്റുകൾ എടുത്ത് റീട്വീറ്റ് ചെയ്തല്ലോ. ഇതും അദ്ദേഹം അവിടെ പറഞ്ഞു മതം നോക്കി തന്നെ ചെയ്തത്. ഹിന്ദുക്കളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഭീകരാക്രമണം നടന്നത്. ഹിന്ദുക്കൾക്ക് മാത്രമാണ് ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടേണ്ടി വന്നത്. അപ്പൊ അത്തരത്തിൽ മതം നോക്കി തന്നെയാണ് ഇവിടെ കൊന്നത്. മതം നോക്കിയുള്ള ഭീകരപ്രവർത്തനം മതം ചോദിച്ചാണ് കൊന്നത്. അത് അദ്ദേഹം വ്യക്തത വരുത്തി ഇവിടെ പറയുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു പ്രൊഫസർ, ഹിന്ദു പ്രൊഫസർ അദ്ദേഹത്തിന് കലിമ അറിയാവുന്നതുകൊണ്ട് എല്ലാരെ കൊണ്ട് കലിമ ചൊല്ലിച്ചപ്പോൾ അദ്ദേഹം കലിമ ചൊല്ലിയത് കൊണ്ട് ഹിന്ദു ആയണൊക്കെ പോലും അദ്ദേഹത്തെ വെറുതെ വിട്ട് മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലേക്ക് കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല വാസ്തവം. യഥാർത്ഥത്തിൽ BJP പറയുന്നതാണ് വാസ്തവം, അല്ലെങ്കിൽ BJP ചെയ്തതാണ് ശരി. BJPയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വേറൊരു BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടാണ് ഇവിടുത്തെ സിന്ദൂരം മായ്ച്ചവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുവാൻ സാധിച്ചത്. ഇതിനു മുമ്പും പല ഇൻസിഡന്റുകളും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതുപോലൊരു തിരിച്ചടി പാകിസ്ഥാന് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കുന്നില്ല? ശശി തരൂർ പറയുന്നത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കോൺഗ്രസ് പറയുന്നതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ BJP പറയുന്നതെല്ലാം ശരിയാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം ശശി തരൂർ പറഞ്ഞത് പറഞ്ഞാൽ സിന്ദൂരം മായ്ക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഇവിടുത്തെ സിന്ദൂരം മായ്ച്ചവരെ തിരിച്ചടിക്കാൻ സാധിച്ചത് ഈ പറയുന്ന മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണെന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതിനു മുമ്പ് ഇത്ര ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടികൾ കൊടുത്തിട്ടില്ല. അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ACCയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിനെതിരെ BJPയുടെ വക്താവാണോ ശശി തരൂർ എന്ന രീതിയിൽ റീട്വീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അവരുടെ അഭിപ്രായങ്ങളല്ല, ഇതാണ് യഥാർത്ഥ അഭിപ്രായം, BJP പറയുന്നതാണെന്ന് ശരിയെന്ന് ഇന്ത്യയിൽ നിന്ന് പറയുന്നതും വിദേശത്ത് എന്ന് ഉറക്കെ പറയുന്നതിന് വേണ്ടി ശശി തരൂർ ശ്രമിക്കും പുറത്താക്കാത്തത്? എന്തുകൊണ്ട് ശശി തരൂർ പറയുന്നല്ലോ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJPയിൽ പോകുന്നില്ല. BJPയിൽ അദ്ദേഹം പോകാൻ നിൽക്കുന്ന അദ്ദേഹത്തെ കോൺഗ്രസ് സഹപ്രവർത്തകർ പറയുന്നു അദ്ദേഹം BJP വക്താവാണെന്ന്. അപ്പൊ അത് ശശി തരൂരിനെ BJP അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്താക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പോൾ ശശി തരൂരിനെ പുറത്താക്കിയാൽ, ശശി തരൂർ എന്ന് പറയുന്ന ആൾ ഈ പറയുന്നത് പോലെ ഇവരെത്ര പറയുമ്പോഴും, ഇവർ 4 വട്ടം MP ആക്കിയെന്ന് പറഞ്ഞാലും സഹമന്ത്രി ആക്കിയെന്ന് പറഞ്ഞാലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയെന്ന് പറഞ്ഞാലും അതിനെക്കാട്ടിലൊക്കെ വലിപ്പത്തിലുള്ള ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ലോകത്തിന്റെ ഇടയിലുണ്ട്, ഒരു അംഗീകാരം ലോകത്തിനിടയിലുണ്ട്. അദ്ദേഹം അത്തരത്തിൽ UN ഉൾപ്പെടെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കിയാൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയാൽ അല്ലെങ്കിൽ അതിന് കാരണം ചോദിക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം കോൺഗ്രസിന്റെ കാര്യം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. രാജ്യത്തിന് വേണ്ടി സംസാരിച്ച ആളിനെ കോൺഗ്രസ് പുറത്താക്കി, അതായത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർട്ടി ഒക്കെ ഈ പറയുന്ന രാജ്യസ്നേഹിയല്ല, പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണെന്നുള്ള അഭിപ്രായം വരും. ഇത്തരത്തിലുള്ള ഒരു വലിയ നേതാവിനെ കോൺഗ്രസ് പുറത്താക്കിയതിന്റെ കാരണം നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇത് സംസാരിച്ചതെന്നാണെന്നുള്ള ഒരു അഭിപ്രായം വരും. അപ്പം ആ രീതിയിലേക്കൊക്കെ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. ശശി തരൂർ കൃത്യമായിട്ട് കോൺഗ്രസിനകത്തെ രാഷ്ട്രീയത്തിൽ അതൃപ്തി ഉണ്ടായിട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പുറത്തു പോകുന്ന ഒരു അവസ്ഥയില്ല. അദ്ദേഹത്തിനെ പുറത്താക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതി തന്നെയാണ് പുള്ളി ഒരു നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. പക്ഷെ ശശി തരൂരിനെ പുറത്താക്കി നടത്താൻ പറ്റുന്ന ഒരു കോൺഗ്രസ് ഒന്നും ഇന്ന് ഇന്ത്യയിൽ ഇല്ല. അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോൺഗ്രസും ഒന്നും ഇന്ന് ഇന്ത്യയിലും ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വ്യക്തതയില്ല. ശശി തരൂർ പറയുന്നത് പുറത്താക്കുന്നതിൽ പുറത്താക്കട്ടെ, എന്റെ അഭിപ്രായം, രാജ്യത്തിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഈ മോദിയുടെ അഭിപ്രായം ഒക്കെയാണ്. ഞാൻ പറയും
അത് ഇന്ത്യക്ക് വേണ്ടി പറയും, അത് എവിടെയും പറയും എന്നുള്ള രീതിയിലേക്കാണ് നിൽക്കുന്നത്. ഏതായാലും ശശി തരൂർ അകത്തോ പുറത്തോ എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തത വരുത്തി പറയാൻ സാധിക്കില്ല. പുറത്താക്കാൻ ആണ് ഉദ്ദേശമെങ്കിൽ ഇപ്പൊ തന്നെ കോൺഗ്രസിന് അതിന് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല. ശശി തരൂർ ഈ ഇതുപോലെ കോൺഗ്രസിനെതിരെ പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിനെതിരെ പറയുന്നതിന് പാടൊന്നുമില്ല, രാജ്യത്തിന് അനുകൂലമായിട്ട് പറഞ്ഞാൽ മതി. അതാണ് ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? യെസ്, അതാണ്. അതുകൊണ്ട് കൂടിയാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ പറഞ്ഞത് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂവെന്ന്. അതൊക്കെയാണ്, അത്തരം പരാമർശങ്ങളാണ് കോൺഗ്രസ് വിരുദ്ധമായി പറഞ്ഞു എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ അത് രാജ്യത്തിന് അനുകൂലമായ ചില നിലപാടുകളായിരുന്നു. എന്തായാലും തന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ തന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടാണ് അദ്ദേഹം വിദേശ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും മടങ്ങിയെത്തുന്ന തരൂരിനെ ഏത് രീതിയിൽ കോൺഗ്രസ് ട്രീറ്റ് ചെയ്യും എന്നത് കണ്ടറിയേണ്ടതുമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.